Hello everyone, welcome to ONCE. KTUവിലെ 2024 സ്കീമിൽ വരുന്ന തേർഡ് സെമസ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് സോയിൽ മെക്കാനിക്സ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കോഴ്സിൻ്റെ കോഴ്സ് കോഡ് വരുന്നത് PCCET 402 ആണ് ആൻഡ് ഇറ്റ്സ് എ 4 ക്രെഡിറ്റ് കോഴ്സ്. ആൻഡ് ദ ടോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ബേസിക് ഡെഫിനിഷൻസ് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്സ്. അപ്പോൾ സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എസ്പെഷ്യലി നിങ്ങൾ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും അതുപോലെ വേറെ ഹയർ അതർ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പെർസെൻറ്റേജ് അത്യാവശ്യം കൂടുതലാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഒരു ലാബ് കോഴ്സും ഉണ്ട്. സോ ബേസിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാണ്ട് നമുക്ക് പിന്നെ ഹയർ ടോപ്പിക്സിലോട്ടൊന്നും പോകാനും പറ്റില്ല. സോ അതിലൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദി ബേസിക് ഡെഫിനിഷൻസ്. അതായത് സോയിൽ മെക്കാനിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ് തന്നെ ആക്ച്വലി കൺസിഡർ ചെയ്തുകൊണ്ട് അതിലെ കുറച്ച് ഡെഫിനിഷൻസും അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്സുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സോ ആസ് യു ഓൾറെഡി മെൻഷൻഡ്, നമ്മൾ സോയിൽ മെക്കാനിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 phase സിസ്റ്റമാണ്. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 phase സിസ്റ്റം എന്താണെന്നും 3 phase ഡയഗ്രം എന്താണെന്നും മനസ്സിലാക്കിയേ പറ്റും. ഓക്കെ, അപ്പോൾ 3 phase സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സോയിൽ മാസ് ആസ് സച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഫേസസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് സോളിഡ് പാർട്ടിക്കിൾസ്, സോയിലിൻ്റെ ഓരോ ഗ്രെയിൻസ് അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി സോളിഡ് ഫേസ്. ഇനി ഒരു ലിക്വിഡ് ഫേസും ഉണ്ട് വിച്ച് ഇസ് വാട്ടർ. അതിനകത്ത് നമുക്ക് വാട്ടറും കാണാം ഇഫ് ദ സോയിൽ ഇസ് വെറ്റ് സോയിൽ. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് എയർ പോക്കറ്റ്സും ഫ്രീ സ്പേസസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഗ്യാഷ്യസ് ഫേസും ഉണ്ട്, അതായത് എയർ സ്പേസും ഉണ്ട്. അപ്പോൾ ഈ 3 ഫേസസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു 3 phase സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ജനറലി. വേറെയും മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്, ലൈക്ക് ഓർഗാനിക് മാറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ വെജിറ്റേറ്റീവ് മാറ്റർ എല്ലാം അതിനകത്ത് ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മൾ ഒരു സോയിൽ കൺസിഡർ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ജനറലി നമ്മൾ അതിനൊരു 3 phase സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോയിൽ മാസിനെ ആസ് സച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു 3 phase സിസ്റ്റമായിട്ടാണ്, വിച്ച് ഇസ് ദി സോളിഡ് ഫേസ്, ലിക്വിഡ് ഫേസ് ആൻഡ് ഗ്യാഷ്യസ് ഫേസ്. സോളിഡ് ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് സോയിൽ മെറ്റീരിയൽസ് ആണ്, സോയിൽ പാർട്ടിക്കിൾസിനെയാണ്. ആൻഡ് ലിക്വിഡ് ഫേസ് ഇസ് ദി വാട്ടർ ആൻഡ് ഗ്യാഷ്യസ് ഫേസ് ഇസ് ദി എയർ പോക്കറ്റ്സ് അല്ലെങ്കിൽ എയർ ഗ്യാപ്പ്. ഓക്കെ, ഇനി എന്താണ് 3 phase ഡയഗ്രം എന്ന് നോക്കാം. അപ്പോൾ 3 phase സിസ്റ്റം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി അതിനകത്ത് നിന്ന് എങ്ങനെയാണ് 3 phase ഡയഗ്രം കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഈ സോയിൽ മെക്കാനിക്സ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ തിയറി പ്രിൻസിപ്പിൾസ് ആൻഡ് അതർ ലോസ് എല്ലാം പഠിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു റീറ്റെയിനിങ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ, ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനും, അതുപോലെയുള്ള സോയിലിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം, ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം, ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ലേറ്റർ ഓൺ. ഇപ്പോൾ ഒരു പൈൽ ഫൗണ്ടേഷൻ ആണോ അതോ ഷാലോ ഫൗണ്ടേഷൻ ഒരു നോർമൽ സ്പ്രെഡ് ഫൂട്ടിങ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിങ് ആണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് കൊടുക്കേണ്ടത്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റിയും ഷിയർ സ്ട്രെങ്ത്തും അതുപോലെയുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതിലേക്കുള്ള തിയറി അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് സോയിലിൻ്റെ ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ് ആക്ച്വലി ഇത് 3 phase ഡയഗ്രാം അല്ലെങ്കിൽ 3 phase സിസ്റ്റം ഒക്കെ വരുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സോയിൽ മാസ് ആസ് സച്ച് ആയിട്ട് എടുത്ത് അതിൻ്റെ എന്തെങ്കിലും ക്വാണ്ടിഫൈ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അതിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനകത്തെ വോയിഡ് സ്പേസ് എന്തോരം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എന്തോരം പെർമിയബിലിറ്റി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സോയിൽ മാസ് ആസ് സച്ച് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐഡിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയൽ സിസ്റ്റം കൺസിഡർ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദിസ് 3 phase ഡയഗ്രാം. ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സോയിൽ മാസിലെ സോളിഡ് പാർട്ടിക്കിൾസിനെ മാത്രം സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇമാജിൻ യു ഗോട്ട് എ സോയിൽ മാസ്, ഒരു കംപ്ലീറ്റ് സോയിൽ മാസ് ഉണ്ട്, അത് വെറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള വെറ്റ് ആണെങ്കിൽ പോലും വാട്ടർ പാർട്ടിക്കിൾസിനെ എല്ലാം അവോയ്ഡ് ചെയ്ത് സോളിഡ് പാർട്ടിക്കിൾസിനെ, സോയിൽ ഗ്രെയിൻസിനെ മാത്രം 1 by 1 ആയിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുകയാണ്.
എന്നിട്ട് അതിനെ നമ്മൾ ബോട്ടം ലെയർ ആയിട്ട് കീപ്പ് ചെയ്യുവാണ്. സോ യുവർ ഫസ്റ്റ് ലെയർ ഇസ് ദി സോളിഡ് പാർട്ടിക്കിൾ ലെയർ. അപ്പോൾ ഇതിനകത്ത് വാട്ടർ ഉണ്ടാവില്ല, എയർ പാർട്ടിക്കിൾ എയർ പോക്കറ്റ്സ് ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി സോളിഡ് പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും. ഓക്കെ, ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു ഇതൊരു ഐഡിയൽ കണ്ടീഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വാട്ടറിനും സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സോയിൽ മാസിലെ വാട്ടർ പാർട്ടിക്കിൾസിനെ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലെയർ ആയിട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദി സോളിഡ് ലെയർ നമ്മൾ കീപ്പ് ചെയ്യുവാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വാട്ടർ ലെയർ. അപ്പം നമുക്കൊരു സോളിഡ് ലെയർ കിട്ടിയിട്ടുണ്ട്, ദെൻ ഒരു വാട്ടർ ലെയർ ഉണ്ട്. ബാക്കി വരുന്നത് നമ്മളുടെ എയർ പോക്കറ്റ്സ് അല്ലെങ്കിൽ എയർ സ്പേസ് ആയിരുന്നു. ആ എയറിനെ കംപ്ലീറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മളൊരു തേർഡ് ലെയർ ആയിട്ട് കീപ്പ് ചെയ്യുവാണ്. സോ ഒബ്വിയസ്ലി ഇതൊരു ഐഡിയൽ കണ്ടീഷനാണ്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ഡയഗ്രമാണ് ആക്ച്വലി 3 phase ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു റെക്റ്റാങ്കിൾ മാത്രം 3 phase ഡയഗ്രാം അല്ല, ആക്ച്വലി യു നീഡ് ടു മാർക്ക് ദ മെഷർമെൻറ്റ്സ് ഓൾസോ. എന്നാൽ മാത്രമാണ് ഒരു സ്റ്റാൻഡേർഡ് 3 phase ഡയഗ്രാം കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ എക്സാമിന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചാൽ മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. സൈഡിലെ മാർക്കിങ്സ് അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻസും അതുപോലെ മെഷർമെൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇനി ഈ 3 phase ഡയഗ്രാം ജസ്റ്റ് ഇത് വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ സൈഡിലെ മാർക്കിങ്സ് ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 3 phase ഡയഗ്രത്തിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും അതിൻ്റെ വോളിയമാണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ വോളിയമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ അതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ്. നിങ്ങൾക്ക് 2 രീതിയിൽ അത് റെപ്രസെൻ്റ് ചെയ്യാം. ഒന്നുകിൽ മാസ് ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ ഇവിടെ വെയിറ്റിൻ്റെ ടേംസിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന വോളിയൂംസ് ആണ്. ഓക്കെ, നമുക്കറിയാം യൂഷ്വലി നമ്മൾ വോളിയം റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വി വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൊത്തം സോയിൽ മാസിൻ്റെ ഇത് നമ്മുടെ ഉള്ളൊരു സോയിൽ മാസ് ആയിരുന്നു. ആ സോയിൽ മാസിലെ സോളിഡ് പാർട്ടിക്കിൾസിനെ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് താഴെ വെച്ചു. ദെൻ വാട്ടർ പാർട്ടിക്കിൾസിനെ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ വെച്ചു. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് വി ഗോട്ട് ദി എയർ അല്ലേ. അപ്പോൾ ഈ മൊത്തം വോളിയം നമ്മൾ വി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫേസിൻ്റെയും വോളിയൂംസ് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ സോളിഡ്സിൻ്റെ മാത്രം വോളിയം, ടോട്ടൽ വോളിയം ഓഫ് ദ സോളിഡ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് VS, S ഫോർ സോളിഡ്സ്. സിമിലർലി ഈ വാട്ടറിൻ്റെ വോളിയം നമുക്ക് VW ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് എയറിൻ്റെ വോളിയം VA ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ മൊത്തം സോയിൽ മാസിലെ സോളിഡ് ഫേസ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്പേസ് ആണ് എയർ സ്പേസ് അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. യൂഷ്വലി ഇൻ സോയിൽ മെക്കാനിക്സ് നമ്മൾ ഈ ഫ്രീ സ്പേസിനെ വോയിഡ്സ് എന്നാണ് പറയുന്നത്, VOIDS. സോ ഈ വോയിഡ് സ്പേസ് ആണ് ബേസിക്കലി സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ കൂടെ ബാക്കിയുള്ളത് കംപ്ലീറ്റ്ലി. ഈ വോയിഡ് സ്പേസിലെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ആൻഡ് വാട്ടറിൻ്റെ ഇൻഫിൽട്രേഷൻ അനുസരിച്ച് ഈ വോയിഡ് സ്പേസസ് എല്ലാം ഫിൽഡ് വിത്ത് വാട്ടർ അല്ലെങ്കിൽ നോട്ട് ഫിൽഡ് വിത്ത് വാട്ടർ, അങ്ങനെയാണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ സോളിഡ് ഫേസ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന കംപ്ലീറ്റ് വോളിയം എന്ന് പറയുന്നത് വോയിഡ് സ്പേസ് ആണ്. ആ വോയിഡ് സ്പേസ് ഒന്നുകിൽ വാട്ടർ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടാവാം, പാർഷ്യലി ഓർ ഫുള്ളി, അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇതൊരു പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ കണ്ടീഷനാണ്. ഓക്കെ, കാരണം കുറച്ച് സ്പേസ് വാട്ടർ വെച്ച് ഫില്ല് ആയിട്ടില്ല, അവിടെ എയർ തന്നെയാണ്, ബാക്കി കുറച്ച് സ്പേസ് വാട്ടർ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി നമുക്ക് എന്ത് പറയാം, ഈ വാട്ടർ കൂടെ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഒരു എയർ സ്പേസ് ആയേനെ. സോ ഇത് മൊത്തം ഫ്രീ സ്പേസ് ആയേനെ അല്ലെങ്കിൽ വോയിഡ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ടോട്ടൽ വോളിയം ഓഫ് എയർ ആൻഡ് വാട്ടറിനെ വോളിയം ഓഫ് വോയിഡ്സ് അല്ലെങ്കിൽ VV ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അതായത് സോളിഡ് പാർട്ടിക്കിൾസിന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ അത് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, ഈ സോയിലിനെ ഞാൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ എല്ലാം അവിടുന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി, പിന്നെ അവിടെ വാട്ടർ ഇല്ല, ആ വാട്ടർ ഫേസ് തന്നെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഈ സോളിഡ്സും പിന്നെയുള്ളത് കംപ്ലീറ്റ്ലി എയർ ആയിരിക്കും. സോ വാട്ട് ഐ ക്യാൻ സേ ഇസ് ആ ഒരു എൻറ്റയർ ഏരിയ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ വോളിയം എന്ന് പറയുന്നത് വോയിഡ് ഏരിയ ആണ് അല്ലെങ്കിൽ വോയിഡ് വോളിയം ആണ്. സോ
നമുക്കതിനെ വോളിയം ഓഫ് വോയിഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് വോളിയം ഓഫ് എയർ ആൻഡ് വോളിയം ഓഫ് വാട്ടർ ആണ്. ഓർ വാട്ട് ഐ ക്യാൻ സേ ഇസ് VV is equal to VA plus VW. ഓക്കെ, സോ അത്രയാണ് വോളിയം റെപ്രസെൻറ്റേഷൻ വരുന്നത്. കമ്മിങ് ടു ദി വെയിറ്റ് റെപ്രസെൻറ്റേഷൻ, സിമിലർ ടു വോളിയം റെപ്രസെൻറ്റേഷൻ നമുക്ക് വെയിറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാ വെയിറ്റ് നമ്മൾ യൂഷ്വലി ക്യാപിറ്റൽ W ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത്. സോ ഇവിടെ ടോട്ടൽ മാസ് അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദിസ് എൻറ്റയർ സോയിൽ മാസിനെ നമുക്ക് ക്യാപിറ്റൽ W ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അതിൽ സോളിഡ്സിൻ്റെ മാത്രം മാസിനെ അല്ലെങ്കിൽ വെയിറ്റിനെ നമുക്ക് WS ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സിമിലർലി വെയിറ്റ് ഓഫ് വാട്ടർ ആസ് WW ആൻഡ് വെയിറ്റ് ഓഫ് എയർ ആസ് WA. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ 3 phase ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2 phase ഡയഗ്രാം എന്താണെന്ന് നോക്കാം. 3 phase ഡയഗ്രാം നമുക്ക് മനസ്സിലായി, 3 phases ആർ ദെയർ. സോ ഒബ്വിയസ്ലി 2 phase ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 phases ആയിരിക്കും, റൈറ്റ്? ഇനി എപ്പോഴൊക്കെയാണ് ഈ 3 phase ഡയഗ്രാം 2 phase ഡയഗ്രാം ആവുന്നതെന്ന്, അതായത് 3 phases ഉള്ള സിസ്റ്റം എപ്പോഴാണ് 2 phases ഉള്ള സിസ്റ്റമായിട്ട് മാറുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിൽ മെയിൻ ഒരു തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ 3 phase ഡയഗ്രാം. ഓക്കെ, ഇൻ ദാറ്റ് എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സോളിഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് സപ്പോസ് ഡ്രൈ ആയി, സോയിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി. ഈ കേസിൽ അതൊരു പാർഷ്യലി ഫിൽഡ് അല്ലെങ്കിൽ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലായിരുന്നു. മീൻസ് അതിൽ പാർഷ്യൽ വോളിയം ഓഫ് വോയിഡ്സും മാത്രം വാട്ടർ വെച്ച് ഫില്ലായിട്ടുണ്ട്, ബാക്കി വാട്ടർ ഇല്ല, എയർ പോക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ടായിരുന്നു നമുക്കൊരു 3 phase സിസ്റ്റം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ കണ്ടീഷനിലുള്ള സോയിലിന് സപ്പോസ് അത് ഡ്രൈ ആയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാട്ടർ കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോകും. ദാറ്റ് മീൻസ് ഈ മൊത്തം ഏരിയ അല്ലെങ്കിൽ ഈ മൊത്തം വോളിയം എയർ ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ആകെ 2 phases ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ എൻറ്റയർ സോയിൽ മാസിലെ ഈ എയർ സ്പേസ് കൂടെ വാട്ടർ വെച്ച് ഫില്ലായി. അതിന് നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. മീൻസ് സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആണെങ്കിലും 2 phases വരുന്നുള്ളൂ. സോ there comes we get 2 phase diagram again. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു സോയിലും ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിൻ്റെയും കണ്ടീഷൻ അല്ലെങ്കിൽ കേസിൽ നമുക്ക് 2 phase സിസ്റ്റം ആണ് കിട്ടുന്നത്. പാർഷ്യലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിൻ്റെ കേസിൽ നമുക്കൊരു 3 phase സിസ്റ്റം ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് 2 phase ഡയഗ്രാം. സോ അതിൻ്റെ ബേസിസിൽ നമുക്ക് വോളിയോമെട്രിക് റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള സോയിൽ മെക്കാനിക്സിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ്. ഇതിനകത്ത് ഫുൾ നമ്മൾ ഈ വോളിയംസിൻ്റെ മാത്രം റിലേഷൻഷിപ്സ് ആണ് നോക്കുന്നത്. ആൻഡ് ദ റിലേഷൻഷിപ്സ് ആർ വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആൻഡ് എയർ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വോയിഡ് റേഷ്യോ എന്താണെന്ന് നോക്കാം. ഓക്കെ, വോയിഡ് റേഷ്യോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ E വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദി വോളിയം ഓഫ് സോളിഡ്സ്. നമ്മൾ നേരത്തെ ഓരോ ടേംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, VV എന്താ, VS എന്താന്നൊക്കെ. സോ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അതായത് സോളിഡ്സിൻ്റെ വോളിയത്തിൽ എന്തോരം വോയിഡ്സ് വോളിയം ഉണ്ടെന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോയിഡ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല സോയിൽ എന്തോരം ലൂസാണ് അല്ലെങ്കിൽ ഡെൻസ് ആണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുകൂടിയാണ് നമ്മൾ ഈ വോയിഡ് റേഷ്യോ കൺസിഡർ ചെയ്യുന്നത്. ഇത് യൂഷ്വലി നമ്മൾ ഒരു ഡെസിമൽ വാല്യൂവിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ആൻഡ് ദ വാല്യൂ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. കാരണം വോളിയം ഓഫ് സോളിഡ്സിൻ്റെ വാല്യൂ വോളിയം ഓഫ് വോയിഡ്സിനേക്കാളും കുറവാവാം. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് വോയിഡ് റേഷ്യോ മോർ ദാൻ 1 ആവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് പോറോസിറ്റി. പോറോസിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് N ലെറ്റർ വെച്ചിട്ടാണ്, സ്മോൾ ലെറ്റർ N വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ്
voids to the total volume. നേരത്തെ നമ്മൾ വോളിയം ഓഫ് സോളിഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഓഫ് voids ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ടോട്ടൽ വോളിയത്തിൽ എന്തോരം void സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ voidന്റെ വോളിയം ഉണ്ട് എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ void റേഷ്യോ യൂസ് ചെയ്യുന്നത്. ആൻഡ് void റേഷ്യോ നമ്മൾ പലപ്പോഴും പെർസെൻറ്റേജ് ആയിട്ടാണ് represent ചെയ്യാറുള്ളത്. So volume of voids by volume of total volume into 100 will give you the value of porosity in percentage. Okay. And നേരത്തെ void ratio greater than 1 ആവാം എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ പോറോസിറ്റി 1-നേക്കാൾ കൂടില്ല ഒരിക്കലും. കാരണം ടോട്ടൽ വോളിയം എപ്പോഴും മാക്സിമം ആയിരിക്കും. വോളിയം ഓഫ് വോയിഡ്സോ വോളിയം ഓഫ് സോളിഡ്സോ ഒക്കെ മാക്സിമം ടോട്ടൽ വോളിയത്തിനേക്കാൾ കുറവായിരിക്കുമല്ലോ. സോ ഒബ്വിയസ്ലി ഈ എണ്ണിന്റെ വാല്യൂ മോർ ദാൻ 1 ഒരിക്കലും ആവില്ല, അല്ലെങ്കിൽ 100%-നേക്കാൾ കൂടുതലായിട്ട് ഒരിക്കലും വരില്ല. അതെല്ലാം പലപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, എസ്പെഷ്യലി കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ. ആൻഡ് വോയിഡ് റേഷ്യോനെ പോലെ തന്നെ പോറോസിറ്റിയും നമ്മൾ ഡെൻസ്നെസ് അല്ലെങ്കിൽ ലൂസ്നെസ് ഓഫ് ദ സോയിലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഇസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ടു ദി വോളിയം ഓഫ് വോയിഡ്സ്. അതായത് ടോട്ടൽ വോയിഡ് സ്പേസിൽ എന്തോരം വാട്ടർ ഉണ്ട് അല്ലെങ്കിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്, എത്ര സ്പേസ് വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ തരുന്നത്. അതായത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ വോയിഡ് സ്പേസ് കംപ്ലീറ്റ്ലി വാട്ടറുമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഈ വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് വോയിഡ്സും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 100% ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടും. പക്ഷേ സോയിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി 0 ആയിരിക്കും. അപ്പോൾ എന്ത് വരും? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0 ആയിരിക്കും. സോ അതാണ് ആക്ച്വലി ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. മീൻസ് വാട്ടർ എന്തോരം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ്. നമ്മൾ നേരത്തെ പെർസെൻറ്റേജ് വോയിഡ്സ് പറഞ്ഞായിരുന്നു, വിച്ച് ഇസ് പോറോസിറ്റി. ഇവിടെ നമ്മൾ എയർ വോയിഡ്സ് എന്തോരം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ NA ആൻഡ് ഇസ് ഗിവൺ ബൈ VA/V. VA എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ ആണ് ആൻഡ് V ഈസ് ദി ടോട്ടൽ വോളിയം. അപ്പോൾ ടോട്ടൽ വോളിയത്തിൽ എന്തോരം എയർ സ്പേസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഈ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് വെച്ചിട്ട് കിട്ടും. അടുത്ത് വരുന്ന എയർ കണ്ടന്റ് ആണ്. എയർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിഡ് സ്പേസിൽ എന്തോരം, ഈ ടോട്ടൽ വോയിഡ് സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എന്തോരം എയർ സ്പേസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഈ എയർ കണ്ടന്റ് തരുന്നത്. ആൻഡ് എയർ കണ്ടന്റ് ഇസ് റെപ്രസെൻറ്റഡ് വിത്ത് AC. ആൻഡ് AC is equal to VA/VV into 100. അപ്പോൾ ഈ 5 വോളിയോമെട്രിക് റിലേഷൻഷിപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ടേംസ് എല്ലാം, ദാറ്റ് ഇസ് void ratio, porosity, degree of saturation, air content and percentage air voids, ഈ 5 ടേംസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള പല കാര്യങ്ങളും ഡിഫൈൻ ചെയ്യാൻ പോകുന്നതും. അതുപോലെ തന്നെ പല റെപ്രസെൻറ്റേഷൻസും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ 5 ഡെഫിനിഷൻസ് അറിയാണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ ഈ 5 ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ 3 phase ഡയഗ്രാം പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ 5 എണ്ണം ഇനീഷ്യലി എന്തായാലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, സോ അത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, അതുപോലെ മാസ് വോളിയം റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ പോർഷൻസ് ഒന്നും പഠിക്കാണ്ട് നിങ്ങൾക്ക് സോയിൽ മെക്കാനിക്സ് പഠിക്കാനേ പറ്റില്ല. ബിക്കോസ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഇനീഷ്യൽ ടോപ്പിക് ആണെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിൻ്റെ ടോപ്പിക്കിനാണ്. ഈ ടോപ്പിക്സ് എല്ലാം അറിയാതെ നമുക്കിനി സെക്കൻഡ് മൊഡ്യൂളിലോ വേറെ ഏത് മൊഡ്യൂളിലെ ടോപ്പിക്സും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.